എന്തെന്ന് പരിശോധിച്ചാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സയ്യിദ് അബുൽ അല മൗദൂദി അദ്ദേഹം ബീജാവാപം നൽകുകയും ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ മറ്റു രാജ്യങ്ങളിലും അത് വ്യാപിക്കുകയും പിന്നീട് ഈജിപ്തിലും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും അത് തീവ്രവാദമായി ജ്വരം പിടിച്ച് പകരുകയും ഇന്ന് ലോകത്ത് മുഴുവനും മിലിറ്റന്റ് ഗ്രൂപ്പുകളായി ചാവേറുകളായി കൊന്നും ചത്തും നശിച്ചും ജീവിതം മുഴുവനും ഇല്ലായ്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ ചോര തിളപ്പിക്കുവാൻ, അവരിൽ ആവേശമിളക്കുവാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ടായിരുന്നത് ഇസ്ലാമിൻ്റെ തൗഹീദിൽ, അവൻ്റെ ആരാധ്യതയിലുള്ള, അവൻ്റെ നാമഗുണവിശേഷങ്ങളിലുള്ള, അവൻ്റെ റുബൂബിയത്തിലുള്ള തൗഹീദിന് പുറമെ ഹാക്കിമിയത്ത് എന്ന് പറയുന്ന തൗഹീദ് കൂട്ടിച്ചേർത്തതും അതിനെ അനുസൃതമായി കടന്നു വന്ന മറ്റു പ്രവർത്തനങ്ങളുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും സാമൂഹികമായ മുഖം മൂടി അണിഞ്ഞ് നാടിൻ്റെ രക്ഷകരായും നാടിന് നാശകരമായി വരുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിരോധമായി പ്രതിഷേധമായൊക്കെ രൂപം കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ മുഖം മൂടി പൊളിഞ്ഞു വീഴുന്നത് ഇത്തരം അന്വേഷണങ്ങളിലൂടെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ഇസ്ലാമിൻ്റെ പേര് പ്രതിനിധാനം ചെയ്യാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളുടെ പുറംപോച്ച് തിരിച്ചറിയാൻ ഇത്തരം അന്വേഷണങ്ങളും സത്യസന്ധമായ സംഭാഷണങ്ങളും ഉപകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മുൻവിധികളൊന്നുമില്ലാതെ ഇത്തരം സംസാരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരിച്ചറിവുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. കേവലം ഈ 3 ദിവസങ്ങളിൽ ഇവിടെ ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രം തീരുമാനമെടുക്കുന്നതിന് പകരം അന്വേഷണങ്ങൾ നടത്തണം, തെളിവുകൾ പരതണം. സത്യസന്ധമാണെങ്കിൽ അത് അറപ്പില്ലാതെ വെറുപ്പില്ലാതെ സ്വീകരിക്കാനും തുറന്നു പറയാനും തയ്യാറാവണം. അല്ല, സത്യസന്ധമല്ല, തെളിവിന് നിരക്കുന്നതല്ല ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ പുല്ലുപോലെ വലിച്ചെറിയാനുള്ള തൻ്റെടവ് നിങ്ങൾ കാണിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു കാര്യത്തിലും നമ്മൾ എന്തു തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ അഭിപ്രായത്തിനും നമ്മുടെ സ്വാതന്ത്ര്യത്തിനും വില കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ദീൻ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ പരലോകത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു വിഷയം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സാരവത്തായ ഒരു സെഷനിലേക്കാണ് അടുത്ത സംഭാഷണം കടന്നു വരുന്നത്. അതിനു മുമ്പ് സദസ്സ് സ്വയം ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു മൂവ്മെൻറ്റിലേക്ക് ഇങ്ങനെ കടന്നു പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ വളരെ തിരക്ക് പിടിച്ച നമ്മുടെ പഠനത്തിൻ്റെയും ഒരു നിലക്കും വിശ്രമമില്ലാത്ത നമ്മളുടെ അക്കാഡമിക് ഷെഡ്യൂളിൻ്റെയും ഇടയിൽ നിങ്ങൾക്ക് വീണ് കിട്ടിയ, വേണമെങ്കിൽ ആസ്വദിക്കാനും വിശ്രമിക്കാനും ഉപയോഗപ്പെടുത്താവുന്ന നിങ്ങളുടെ അവധി ദിവസങ്ങൾ നിങ്ങൾ വളരെ ശ്രമകരമായി, വളരെയധികം ആത്മാർത്ഥമായി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലേറെ സന്തോഷമുണ്ട്. സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിൽക്കണം. സദസ്സിൽ ഹയാത്തോടുള്ള മുഴുവൻ ആൾക്കാർ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. കെലിമ ചൊല്ലിക്കൊടുക്കേണ്ട രൂപത്തിലേക്ക് ആരും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നമ്മുടെ യുവത്വവും ഓജസ്സും തേജസ്സും ഒക്കെ തെളിയേണ്ടത് ഇവിടെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചതമ്പുരാൻ അവൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാൻ, അവൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് വിധേയമാകുവാൻ, സ്വർഗത്തിൽ നമുക്ക് ഇരിപ്പിടം ലഭിക്കുവാൻ ഇത്തരം സന്ദർഭങ്ങൾ ഉപകാരപ്പെടണം. ഷാബുൻ നശാഫി ഇബാദത്തി റബ്ബിഹി, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളരുന്ന, ചെറുപ്പം മുതലേ ദീനിൻ്റെ വഴിയിൽ വളരുന്ന ചെറുപ്പക്കാർക്ക് ഒരു തണലും കിട്ടാത്ത, ഒരു ശുപാർശയും കിട്ടാത്ത മഹ്ശറിൻ്റെ പ്രയാസത്തിൽ അള്ളാഹു അവൻ്റെ തണൽ നൽകി അവരെ സഹായിക്കുമെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കാം. നിങ്ങളുടെ ജൈവികമായ ആവശ്യങ്ങൾ സംഘാടകർ പരിഗണിക്കുന്നില്ല എന്ന് കരുതരുത്. ബയോളജിക്കൽ നീഡ്സ് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ രൂപത്തിൽ പലർക്കും അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പേടിച്ച് ആരും സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടതില്ല. ഒരു കാരണവശാലും ആവശ്യത്തിന് ഒന്നിലധികം പേർ പോകുന്നൊരവസ്ഥ നിർബന്ധമായി ഒഴിവാക്കണം. നമ്മളിപ്പോൾ ഒരു ക്യാമ്പസ് ആയിരിക്കാം, ഒരു ബാച്ച് ആയിരിക്കാം, ഒരുമിച്ച് വന്നവരായിരിക്കാം. പക്ഷേ ഒരാൾക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യത്തിന് അയാൾ പോകുന്നതിനപ്പുറം ഒരു ഉമ്മത്ത് മുഴുവൻ അതിൻ്റെ പിറകെ പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ സദസ്സിൻ്റെ മാന്യതക്കും നമ്മുടെ പേഴ്സണാലിറ്റിക്കും ചേർന്നതല്ല. നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങളും നമ്മുടേതായ തീരുമാനങ്ങളും വരണം. അത് കർശനമായി നമ്മൾ ശ്രദ്ധിക്കണം. വേറെ ഇടപെടലുകൾ അതിനാവശ്യമില്ലല്ലോ. അടുത്ത ഒരു സെഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ ഗൗരവമായി സമീപിക്കുമ്പോൾ ഇത്തരം അധ്വാനങ്ങൾക്കും വിനിയോഗങ്ങൾക്കുമൊക്കെ നമ്മൾ എങ്ങനെ സന്നദ്ധമാകുന്നു എന്നതിന് അടിസ്ഥാനപരമായൊരു കാരണമുണ്ട്. അത് അനശ്വരമായ ലോകത്തിൻ്റെ വിജയവും അവിടുത്തെ ശിക്ഷയിൽ നിന്നുള്ള മോചനവുമാണ്. ശാശ്വത രക്ഷയുടെ മാർഗം, കരാളമായ ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിൻ്റെ വഴി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ, നരകത്തിലേക്ക് നമ്മൾ ചെന്നെടുക്കുവാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജാഗരൂകരായി
കുതറി മാറാൻ നമുക്ക് ഏറെ സഹായകമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സെഷനിൽ നമ്മൾ പ്രവേശിക്കുന്നു. MSMൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട താജുദ്ദീൻ സ്വലാഹി ആണ് കടന്നു വരുന്നത്. നരക ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാൻ എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനായ താജുദ്ദീൻ സ്വലാഹിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുക യാ മൻ അവളഹ്ത ലനാ സുബുലൽ ഹിദായ വഅൗസഗ്ത അൻ ബസായിറനാ ഗശ്വതൽ ഗവായ വനുസല്ലി വനുസല്ലിമു അലാ മൻ അർസൽത ഇലൈനാ ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വഹുവ സിറാജൻ മുനീറാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن منكم إلا واردوها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. വേദിയിലുള്ള MSMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് CM സാബിർ നവാസ്, മറ്റു പ്രഗത്ഭമതികളെ, 15ാമത് പ്രൊഫ്കോണിൻ്റെ 2ാം ദിവസം ഈ സായാഹ്നത്തോടടുത്ത സന്ദർഭത്തിൽ ഈ സദസ്സിനെ പ്രൗഢമാക്കി ഉപദേശങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും തിരിച്ചറിവുകളുടെയും തീരത്ത് സുദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഒന്നിച്ചു ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഏതാനും മിനിറ്റുകൾ തീർത്തും അദൃശ്യമായ അല്ലെങ്കിൽ ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൂടെ മാത്രം വിശദീകരിച്ച ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടത്. പക്ഷേ ഞാനും നിങ്ങളും ഒരുപോലെ അനുഭവിക്കുന്ന പ്രതിസന്ധി ഈ സദസ്സിൻ്റെ ഒരു മുഖവും ഭാവവുമായിരിക്കും തീർച്ചയായും എൻ്റെ വിഷയത്തെയും എൻ്റെ സംസാരത്തെയും നിയന്ത്രിക്കുക, നിർണയിക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഈ സദസ്സിൻ്റെ ബോഡി ലാംഗ്വേജും ഈ സദസ്സിൻ്റെ ശരീരഭാഷയും എല്ലാം സ്വാഭാവികമായും ഈ ഒരു സമയത്തിൻ്റെയും മാനസികാവസ്ഥയുടെയും പശ്ചാത്തലത്തിൽ ഏറെ പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സമ്പൂർണമായ ഒരു ശ്രദ്ധ ഞാൻ ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലെ ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട പത്നിയുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം, ഭാര്യൻ്റെ മടിയിൽ തലവെച്ചിരുന്ന് കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മഹാനവറുകൾ പെട്ടെന്ന് തേങ്ങി കരയാൻ തുടങ്ങി. ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കരയുകയാണ്. ഭാര്യ കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല പെണ്ണേ, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മടിയിൽ കിടന്ന് അങ്ങ് കരയുന്നത് കണ്ടപ്പോൾ ഞാനും കരഞ്ഞു, അത്ര തന്നെ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വേദത്തിലെ ഒരു വചനം അറിയാതെ ഓർത്തുപോയി. ആ ആയത്ത് കേട്ടപ്പോഴാണ്, ആ ആയത്ത് ഓർത്തപ്പോഴാണ് ഞാൻ കരഞ്ഞത്. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലെ 72ാമത്തെ ആയത്ത് ഓതുകയാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദൂഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരു റമദാൻ മാസത്തിൽ ഒന്ന് ഖുർആൻ പൂർണ്ണമായി ഓതി തീർത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓതിപ്പോയ ഒരായത്താണത്. എന്താണ്? വഇൻ മിൻകും ഇല്ലാ വാരിദൂഹാ, നിശ്ചയമായും ആ നരകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. മുഴുവൻ ആളുകളെയും നരകത്തിൻ്റെ മുന്നിൽ വരിക തന്നെ ചെയ്യും. എന്നിട്ടോ